പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനത്തിനെതിരെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ പ്രലോഭനങ്ങളിലൂടെയുള്ള മതം മാറ്റത്തിനെതിരെ ജാഗരൂകരാകണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. 4ാമത് പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. The challenge is coming in various ways. One is through allurements, temptations, reaching out to the needy and vulnerable, providing succor, and in a subtle way suggesting change of religion, which is labeled as conversions. The country allows everyone to have a religion of his or her choice. This is our fundamental right. This is handed us from our civilizational wealth. But if this is tampered with, it is tweaked. പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, എന്തൊക്കെയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വാക്കുകൾ? അനു, 4ാമത് പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന സമയത്ത് 4 വിഷയങ്ങളോടാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യമാസകലം പ്രലോഭിപ്പിച്ചുള്ള അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയുള്ള തുടങ്ങി സ്വാധീനം ചെലുത്തിയൊക്കെയുള്ള മതപരിവർത്തനങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന വലിയ വികാരം അത് അദ്ദേഹം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഈ പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണത്തിലും പങ്കുവച്ചു. ഏതൊരു മതവിശ്വാസത്തിലും അടിയുറച്ച് വിശ്വസിക്കാൻ എല്ലാ ഭാരതീയർക്കും അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത്തരം പ്രവർത്തികൾക്കെതിരെ ജാഗരൂകരായിരിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടി അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നതായും ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കുട്ടികളെയൊക്കെ ആകർഷിച്ചു കൊണ്ടുപോകുന്നതായുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നേരത്തെ കേരളത്തിൽ നിന്നടക്കം 20ഓളം പേർ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയതുമായി ബന്ധപ്പെട്ടുള്ള ISIS ചേർന്നതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു പരാമർശത്തിന്റെ പശ്ചാത്തലം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഉപരാഷ്ട്രപതി കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ഈ മതപരിവർത്തനത്തിനെതിരെ പ്രലോഭിപ്പിച്ചിട്ടുള്ള മതപരിവർത്തനത്തിനെ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയടക്കമുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഗ്രാമങ്ങൾ തോറും ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശവും അദ്ദേഹം നടത്തി. അനധികൃത കുടിയേറ്റത്തെ ഒരു രാജ്യത്തിനും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വളരെ അത്യാവശ്യമായി ഈ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടതുണ്ട്. ഓരോ ഭാരതീയനും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ബോധ്യം ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ P. പരമേശ്വരൻ ഭാരതത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും ഉപരാഷ്ട്രപതി എടുത്തു പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ വിവേകാനന്ദ ദർശനങ്ങളടക്കമുള്ള അത് ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് അത് കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനുമൊക്കെ പത്മശ്രീ P. പരമേശ്വരന് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഭാരതത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ സവിശേഷമായി കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാരോടൊപ്പം നവോത്ഥാന നായകന്മാരോടൊപ്പം ചേർത്ത് നിർത്തേണ്ട പേരാണ് പത്മശ്രീ P. പരമേശ്വരൻ്റെതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രലോഭിച്ചിട്ടുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ ഇരിക്കുന്ന ഒരാൾ കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ്. അത് കേരളത്തിലുണ്ടായിട്ടുള്ള ചില സമീപകാല സംഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കൃത്യമായ സന്ദേശവും നൽകിക്കൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതിയുടെ ഇന്നത്തെ 4ാമത് പരമേശ്വർജി അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്നുള്ളത്. എന്തായാലും രാഷ്ട്രത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രത്തിന് നിൽക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അദ്ദേഹം കൃത്യമായി സംസാരിക്കുന്നു. ഒപ്പം തന്നെയാണ് രാഷ്ട്രം കരുതിയിരിക്കേണ്ട ഇത്തരം ചില വിപത്തുകളെ കുറിച്ചുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. അനു.